ശ്രീ എ റഹീം MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റഹീം, എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഡൽഹി പോലീസ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിൽ പോലും അതീവ ഗുരുതരം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ, ആസൂത്രിതമെന്നും. ഇത് ആസൂത്രിതമാണെന്നും അതോടൊപ്പം തന്നെ അതീവ ഗുരുതരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റു കാര്യങ്ങൾ ആസൂത്രിതമാണ് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടി വരിക. എന്തിനായാലും അതീവ ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യവും ആശങ്കയുണ്ടാക്കുന്ന കാര്യവുമാണ്. ഞെട്ടലോടെയാണ് രാജ്യമാകെ ഇത് കേൾക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് സമഗ്രാന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള നടപടികൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തൊരിടത്തും ആവർത്തിക്കാതിരിക്കുന്നതിന് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ അതിവേഗം ഉണർന്നു പ്രവർത്തിക്കണം. 9 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്പം മുമ്പ് വരെ ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നും വിവരം പുറത്തു വരുന്നു. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനത്തുണ്ടായ ഈ സംഭവം നമ്മുടെ രാജ്യത്തെ ആകെ ഞെട്ടിപ്പിക്കുന്നതാണ്. വളരെയധികം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് വലിയ തിരക്കേറിയ ഒരു പ്രദേശം കൂടിയാണല്ലോ. പൊതുവേ ഡൽഹിയിൽ അതീവ സുരക്ഷാ നിർദ്ദേശം എപ്പോഴും ഉള്ളതാണ്, പ്രത്യേകിച്ച് റെഡ് ഫോർട്ടിന് സമീപം. താങ്കൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രദേശം കൂടിയാണല്ലോ, താങ്കൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഡൽഹിയിൽ ഉള്ള സമയത്ത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് എത്രമാത്രം ആസൂത്രിതം എന്നുള്ള കാര്യം പോലും നമുക്ക് ആശങ്കയുണ്ടാക്കുന്നതാണല്ലോ. ഇങ്ങനെ ഒരു പ്രദേശത്ത് കടന്നു കയറി ഇത്തരത്തിലൊരു ആസൂത്രിതമായ സ്ഫോടനം നടത്തണമെങ്കിൽ. കുറച്ചു ദിവസമായിട്ട് ഡൽഹിയിൽ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രത്യേകമായി ഉണ്ടായിരുന്നു. എന്റെ കുടുംബം ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാനും ഡൽഹിയിൽ തന്നെയാണ് ഏതാണ്ട് പോയി വരുന്ന ഒരാളാണല്ലോ സ്ഥിരമായി. അപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതീവ ജാഗ്രതയും മറ്റു ചില സുരക്ഷാ നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ സംഭവം ഉണ്ടായിരിക്കുന്നു. അതാണ് കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുത്ത സ്ഥലം, ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ തിരക്കേറിയ സ്ഥലമാണ്. മാത്രമല്ല വെറും നിരപരാധികളും നിസ്സഹായരുമായ മനുഷ്യർ സാധാരണ ജീവിതത്തിന്റെ നിത്യവൃത്തിയുമായി ബന്ധപ്പെട്ട് വരികയും പോവുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരിടത്താണ്, നല്ല തിരക്കേറിയ ഒരു സ്ഥലം ആണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്, സ്ഫോടനമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത് തിരഞ്ഞെടുത്തവർ അങ്ങനെ തന്നെ തിരഞ്ഞെടുത്തതായിരിക്കാം എന്ന് തന്നെയാണ് ഊഹിക്കേണ്ടത്. എന്തിനായാലും പോലീസിന്റെയും ഔദ്യോഗിക ഏജൻസികളിൽ നിന്നും ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു, ഇത് ആസൂത്രിതമാണോ എന്നൊന്നും വരാത്ത ഈ നിമിഷം നമ്മൾ ഇപ്പോൾ പറയുന്നതിനകത്ത്, നമ്മളൊരു തീർച്ചമൂർച്ചയോടുകൂടി ഒരു കാര്യം പറയുന്നതിനകത്ത് പരിമിതിയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ എന്തു തന്നെയായാലും അതീവ ഗൗരവമാണ്. ഈ സ്ഥലത്ത് ഇങ്ങനെ വളരെ തിരക്കേറിയ ഒരു സ്ഥലമാണ്. താങ്കൾക്കും എനിക്കും എല്ലാം അറിയാവുന്നതുപോലെ ഡൽഹിയിൽ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ശ്രീ എ റഹീം, പൊതുവെ ഭീകര സംഘടനകളുടെ ഒരു പ്രവർത്തനവും അങ്ങനെ തന്നെയാണല്ലോ. സാധാരണക്കാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കും. ഈ സമീപ ദിവസങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് ബന്ധത്തിന്റെ പേരിൽ ചിലർ പിടിയിലാകുന്നു, അതിൽ ചില ഡോക്ടർമാർ ഉൾപ്പെടുന്നു. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടി വരുമോ ഇതിനെയും? നമ്മൾ ഇപ്പോഴത്തെ ലഭിക്കുന്ന വിവരം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ അനുമാനിക്കാൻ കഴിയുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള അറസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ, ഇതുമായെല്ലാം ചേർത്താണ് ഇപ്പോൾ വാർത്താ ഏജൻസികളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം വരട്ടെ. ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനായി നമുക്ക് കാത്തു നിൽക്കാം. എന്തായാലും ഈ ഉണ്ടായ സംഭവം ആസൂത്രിതമാണ് എങ്കിൽ അതീവ ക്രൂരമാണ്, നിഷ്ഠൂരമാണ്. വളരെ സാധാരണക്കാരും ദുർബലരുമായ മനുഷ്യരെയാണ് ഈ കൊന്നിരിക്കുന്നത്. ഇതിന്റെ ഇരകളാക്കപ്പെട്ടത് അത്തരം മനുഷ്യരാണ്. അതൊന്നും ഒരിക്കലും ആർക്കും നീതീകരിക്കാനാകുന്നതല്ലോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും. അപ്പോൾ എന്തായാലും രാജ്യ തലസ്ഥാനത്ത് ഇത്ര വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ടായത് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്, ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ ഒന്നും ഇപ്പോഴും അവരുടെ ബന്ധുക്കളൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ലല്ലോ. ആലോചിച്ച് നോക്കൂ, അവരുടെ വീടുകളിൽ. ശരിയാണ്. മാത്രമല്ല ശരീരാവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതെ 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 വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ശരീരാവശിഷ്ടങ്ങൾ, മനുഷ്യരുടേതെന്ന് കരുതുന്ന ശരീരാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ സ്ഫോടനം, ഒരു തിക്കും തിരക്കും ഉണ്ടായാൽ തന്നെ ഒട്ടേറെ പേർ നിലത്ത് വീട് പോകും. അത്രയേറെ തിരക്കുള്ള സ്ഥലമാണത്.
സൂചി കുത്താനിടയില്ലാത്ത വിധം നല്ല, പിന്നെ വേറെ പ്രത്യേകമായ ഒരു കാര്യം, നല്ല തിരക്കേറിയ സമയവുമാണ്. ഈ വൈകുന്നേരത്തെ ഈ സമയമാണ് വലിയ തിരക്ക് പിടിച്ച തെരുവാകെ പായുന്നൊരു സമയമാണിത്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും അപകടം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് രാജ്യത്ത് ഇതിനു മുൻപുണ്ടായ സ്ഫോടനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് സമാനമായ രീതിയിലാണ്. ജനനിബിഡമായ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജനനിബിഡമായ സ്ഥലവും ജനനിബിഡമായ ഒരു സമയവുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെയൊക്കെയാണ് ആസൂത്രണമെന്ന് എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ പുറത്തുനിന്ന് അനുമാനിക്കാൻ കഴിയുക. പക്ഷെ അനുമാനങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥത്തിലുള്ള കാര്യം ആഭ്യന്തര വകുപ്പിൽ നിന്നോ ഡൽഹി പോലീസിൽ നിന്നോ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വരുന്നത് വരെ നമുക്ക് അനുമാനങ്ങൾ തുടരാം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പക്ഷെ എന്തായാലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരപരാധികളായ മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കെല്ലാവർക്കും ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ രാത്രി ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തിനാകെ വേദന പകരുന്ന ഒരു രാത്രിയാണ് എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ. ശരി ശ്രീ എ റഹീം, രാജ്യം ഇപ്പോൾ അതീവ ജാഗ്രതയിലും അതോടൊപ്പം തന്നെ അതീവ ദുഃഖത്തിലുമാണ്. കാരണം രാജ്യ തലസ്ഥാനത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനത്തിരക്കേറിയ ഒരു സമയത്ത് വൈകിട്ട് 6:50 ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത്. ആ സ്ഫോടനത്തിലാണ് 10 പേർക്ക് ജീവൻ നഷ്ടമായത്. കൂടുതൽ ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ സ്ഫോടനമുണ്ടായത് ഒരു ഹ്യൂണ്ടായി i20 കാറിലാണ്. 2-3 പേർ കാറിൽ ഉണ്ടായിരുന്നു. പതിയെയാണ് ഈ കാർ വന്നുകൊണ്ടിരുന്നത്. സിഗ്നൽ കണ്ട് നിർത്തിയിട്ട് ആ സമയത്താണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ന്യൂസ് 18നോട് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹ്യൂണ്ടായി i20 കാറാണ് ഇങ്ങനെ ഒരു സ്ഫോടനത്തിന് ഇരയായത്. ഇത് ആസൂത്രിതമായ ഒന്നായിരുന്നു. करीब 7 बजे दिल्ली में लाल किले के पास सुभाष मार्ग ट्रैफिक सिग्नल पर i20 हुंडई गाड़ी में एक ब्लास्ट हुआ है। ब्लास्ट के